അസ്സലാമലൈക്കും, നമസ്കാരം. ഈ ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു തവയിലൊരു ചെമ്മീൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ അതായത് മുളക് പൊടിയോ കാര്യങ്ങളൊന്നും ചേർക്കാതെ സിമ്പിളാണ്, പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുന്നായിട്ട് നിങ്ങളോടൊരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നോക്കി വരാം. ചെമ്മീൻ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനുള്ള മസാല കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ചേർക്കാം, കുറച്ച് വിനെഗർ ചേർക്കുന്നത്, ആപ്പിൾ സിഡാർ വിനെഗറാണ് നമ്മൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് കയ്യിൽ വിനെഗറാണെങ്കിൽ അത് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് നമുക്ക് നോർമൽ മസാല പുരട്ടി വെച്ച് 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ അതൊന്ന് ഒരു ഈർക്കൽ കോർത്തിട്ടുണ്ട് അതിൽ, കാരണം വളഞ്ഞു പോകാതിരിക്കാൻ. പാൻ ചൂടായി, നമുക്ക് നോർമൽ ചൂടായൊന്ന് ചെക്ക് ചെയ്ത് ഗ്രില്ല് ചെയ്ത് തുടങ്ങാം. അതിൽ ചെമ്മീൻ ഹൈ കൊളസ്ട്രോൾ ഉള്ളൊരു ഡിഷാണ്. അപ്പോൾ ഹൈ കൊളസ്ട്രോൾ ഉള്ള ആൾക്ക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെമ്മീനും ഞണ്ടൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം ഇതിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് മസാലയിൽ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല, കാരണം അതിന് ക്രിസ്മസ് കൂടുതൽ പോകണ്ടെന്ന് കരുതിയിട്ട് അത് പിന്നെയാണ് ചേർക്കുന്നത്. ഇതിൽ ആദ്യം ചേർത്താൽ ക്രിസ്മസ് കിട്ടില്ല, ബാക്കി പ്രശ്നമൊന്നുമില്ല. കമ്പുണ്ടെങ്കിൽ നമുക്ക് മറിച്ച് വെക്കാനും സുഖമാണ്, കാരണം ജസ്റ്റ് അത് പിടിച്ചിട്ട് തിരിച്ച് വെച്ച് കൊടുത്താൽ മതി. സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും, വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് നമ്മുടെ അടുത്ത് കിട്ടുന്ന ഓല കട്ട് ചെയ്തതെന്ന് ഇറുക്കിയെടുത്തതാണ്. ഏകദേശം ചെമ്മീനായിട്ടുണ്ട്. നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് തക്കാളിയാണ് ചേർക്കുന്നത്. ജസ്റ്റ് തക്കാളി കട്ട് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷമല്ല, അതിൻ്റെ മുന്നേ തന്നെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. കാരണം ഈ മസാല തക്കാളി അത് കടന്നു കഴിഞ്ഞാൽ ഒന്ന് ചൂടായി വന്ന് കിട്ടും. അപ്പോൾ അത് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ മിക്ക ആളുകളും തക്കാളി അല്ലെങ്കിൽ സാലഡ്സൊക്കെ മാറ്റി വെക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. മാക്സിമം ഏത് നോൺ വെജ് ആണെങ്കിലും അതിൻ്റെ കൂടെ കുറച്ച് സാലഡ്സ് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ബെസ്റ്റാണ്. നമ്മുടെ ചെമ്മീനൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടിൻ്റെ അത്ര നമുക്ക് വ്യൂസ് വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ടെക്നിക്കൽ ഇഷ്യൂ ആണോ അതോ ഇനിയിപ്പോൾ ബെല്ലൈക്കൻ അടിക്കാത്ത കാരണമാണോ എന്തെന്ന് അറിയില്ല. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ വ്യൂസ് ഒന്ന് കൂട്ടാനായിട്ട്. അപ്പോൾ ചാനൽ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അതിൻ്റെ കൂടെ എല്ലാവരും സുഖമായിരിക്കട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഈ മസാല
മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. ഇനി എരിവും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കേണ്ട ആളുകൾക്ക് ചേർക്കാം. പക്ഷെ ചേർക്കാതെയാണ് ശരിക്കും ചെമ്മീനിൻ്റെ ടേസ്റ്റ് അറിയാൻ ഈ രീതിയിൽ ചെയ്യുന്നതാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. അപ്പോൾ ഓക്കെ, ബൈ.